എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം സാധാരണക്കാരായ ആളുകളോട് മിങ്കിൾ ചെയ്യുന്നതിൽ വലിയ ഒരു അകൽച്ച കാണിക്കുന്നയാളാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് അങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോൾ രാത്രി 11 മണിക്കോ 12 മണിക്കോ അല്ലെങ്കിൽ പുലർച്ചെയോ സാധാരണക്കാരായ പ്രവർത്തകൻ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കുകയോ അതിന് മറുപടി പറയുകയോ അതൊന്നും ഇപ്പോൾ നിലവിലുള്ള BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുമായി പുലർത്തേണ്ട ഒരു അടുപ്പം, ഒരു സാധാരണക്കാരുമായി പുലർത്തേണ്ട അടുപ്പം കാത്തു സൂക്ഷിക്കാൻ അറിയാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് എനിക്കറിയാം. അദ്ദേഹം കുറച്ചുകൂടി ഒരു ബിസിനസ് എന്റർപ്രണർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മുതലാളി എന്ന രീതിയിലൊക്കെ പ്രവർത്തകരോടും സാധാരണക്കാരോടും പെരുമാറുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരളത്തിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ഒരു മെയ്വഴക്കം കാണിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ്. നമുക്ക് നിരന്തരമായി ജനങ്ങൾക്കിടയിൽ നിൽക്കേണ്ടി വരും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടേണ്ടി വരും. ഒരുപക്ഷെ വില്ലേജ് ഓഫീസ് മുതൽ പഞ്ചായത്ത് ഓഫീസ് മുതൽ മുകളിലേക്കുള്ള എല്ലാ പ്രശ്നത്തിലും സംസ്ഥാനത്തിലുള്ള നേതാക്കന്മാരെ നേരിട്ടിടപെടേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെയുള്ളത്. ആ രാഷ്ട്രീയം എന്തായാലും ഇദ്ദേഹത്തിന് പരിചിതമല്ല. അദ്ദേഹം കർണാടകയിൽ നിന്ന് ഒരു പേയ്മെന്റ് സീറ്റോടുകൂടി രാജ്യസഭയിൽ എത്തിയിട്ടുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കൂടുതലായി പരിചയമുള്ള ഒരാളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പരിചയക്കുറവ് നന്നായി ഉള്ളയാളാണ്. അതൊന്ന്. രണ്ട്, ഇവിടെ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ധാർമ്മികതയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ കൂടിയാണ്, ഒരു വാർത്താ മാധ്യമത്തിന്റെ ഉടമസ്ഥനാണ്. ആ വാർത്താ മാധ്യമം കുറെ കാലമായി, ഞാൻ ആ പാർട്ടിയിലുള്ള സമയത്ത് BJP-യോട് വലിയ അനീതി കാണിക്കുന്നു എന്ന ആക്ഷേപം, സംഘപരിവാറിനോട് വലിയ അനീതി കാണിക്കുന്നു എന്നൊരു ആക്ഷേപം BJP കേഡറുകൾക്കിടയിലുണ്ട്. ഇക്കഴിഞ്ഞ 10 ദിവസം മുൻപ് പോലും BJP-യുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മാധ്യമ സ്ഥാപനത്തിനെതിരായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായി പോസ്റ്റിട്ടയാളാണ്. കുംഭമേളയുമായി ബന്ധപ്പെട്ട് സിന്ധു സൂര്യകുമാർ അവതരിപ്പിച്ച ഒരു പരിപാടിയിൽ നടത്തിയ പരാമർശം, അതിനെതിരായിട്ട് വലിയ പ്രതിഷേധം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് ചെയ്യുകയുണ്ടായി. അതിനു മുമ്പ് ശബരിമല പ്രക്ഷോഭകാലത്തെക്കുറിച്ചിട്ട് അജിംസിന് ഓർമ്മയുണ്ടാകും. ശബരിമല പ്രക്ഷോഭകാലത്ത് കേരളത്തിലെ BJP RSS പ്രവർത്തകർ മുഴുവൻ, സംഘപരിവാർ പ്രവർത്തകർ മുഴുവൻ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സമരം ചെയ്യുകയും പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുകയും ജയിലിൽ പോവുകയും ഒക്കെ ചെയ്ത കാലത്ത് എന്തിനു വേണ്ടിയാണോ BJP-യും സംഘപരിവാറും സമരം ചെയ്തത് അതിന് നേർ വിപരീതമായിട്ടുള്ള നിലപാട് ഏഷ്യാനെറ്റ് സ്വീകരിക്കുകയും ഏഷ്യാനെറ്റിനെ സമ്പൂർണ്ണമായി BJP ബഹിഷ്കരിക്കുകയും ചെയ്തു. അപ്പോൾ BJP-യുടെ ഏറ്റവും കോർ ആയിട്ടുള്ള ഐഡിയോളജിക്ക് എതിരായി നിലകൊള്ളുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ചില പ്രശ്നങ്ങൾ ഇതിൽ നേരിടാൻ സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഒന്നുകിൽ ഏഷ്യാനെറ്റ് പോലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിയെ വല്ലാതെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഭയക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരു മാധ്യമ സ്ഥാപനമാണ്. മറ്റൊന്ന്, അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇത്തരം കാര്യങ്ങളിൽ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും BJP പ്രവർത്തകർക്കിടയിൽ നിലവിൽ തന്നെ ഉള്ള അസംതൃപ്തിയുണ്ട്. ഏഷ്യാനെറ്റിനെതിരെയും രാജീവ് ചന്ദ്രശേഖറിനെതിരെയുമുള്ള അസംതൃപ്തിയുണ്ട്. അത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള BJP പ്രവർത്തകരുടെ, സംഘപരിവാർ പ്രവർത്തകരുടെ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുള്ള നിലപാടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ആ നിലപാടിനെ കത്തിക്കാൻ വേണ്ടി സുരേന്ദ്രൻ പക്ഷം പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോഴാണ് 2 ആഴ്ച മുൻപ് സുരേന്ദ്രൻ കുംഭമേളയുമായി ബന്ധപ്പെട്ട ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്തയെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകരുടെ പ്രതിഷേധം രാജീവിനെതിരായി തിരിച്ച് അദ്ദേഹം വരാതിരിക്കാനുള്ള ഒരു അവസാനത്തെ ശ്രമം ചെയ്തായിരിക്കാം. പക്ഷേ അവിടെയും പ്രത്യയശാസ്ത്രപരമായി രാജീവ് എടുക്കുന്ന പല നിലപാടുകളോടും സംഘപരിവാറിനും BJP-യുടെ സാധാരണ പ്രവർത്തകരും യോജിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ